ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു യാത്രയിലാണ്. ഇന്ന് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെയാണ്. അപ്പോൾ ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് കണ്ട് കറങ്ങി തിരിഞ്ഞ് കൊട്ടാരക്കര ടൗണൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒക്കെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം പുതിയ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്ഥലം ഏകദേശം ഈ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനാപുരത്ത് നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇത് പിന്നെ പട്ടാളക്കാരുടെ ക്യാമ്പാണ് കേട്ടോ. അല്ലെങ്കിൽ ക്യാമ്പല്ലല്ലോ, ക്യാൻറ്റീൻ. പട്ടാളക്കാരുടെ ക്യാൻറ്റീനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇത് കിഴക്കേത്തെരുവെന്ന് പറയുന്ന ആ ജംഗ്ഷനിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്ന് പൊല്ലൂരോട്ട് വരുന്ന റൂട്ടിൽ കിഴക്കേത്തെരുവ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും കുറച്ചൊരു 2-3 കിലോമീറ്റർ പത്തനാപുരം റൂട്ടിലേക്ക് കയറി വരണം. അപ്പം അവിടെയാണ് ക്യാൻറ്റീൻ. ഇവിടെ നയാരയുടെ ഒരു പമ്പൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പോകുന്നത് പത്തനാപുരത്ത് നിന്ന് വരുന്ന റോഡാണ്. ആ റോഡ് നേരെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. അതായത് കിഴക്കേത്തെരുവ് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ കിഴക്കേത്തെരുവ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. കിഴക്കേത്തെരുവ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ പുനലൂർ, ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ കൊട്ടാരക്കര. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിയുകയാണ്. ആണ് കിഴക്കേത്തെരുവ് ജംഗ്ഷൻ. നല്ല വലിയൊരു ജംഗ്ഷനാണ്. എല്ലാ കാര്യങ്ങളും ഒക്കെയുള്ള എല്ലാ അത്യാവശ്യ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ടൗണാണ്. നമ്മൾ നേരെ ഇനി കൊട്ടാരക്കരയ്ക്ക് വന്ന റൂട്ടേ തിരിഞ്ഞു പോകുക. ഇവിടെ ഒരു ദീപം റെസ്റ്റോറൻ്റൊക്കെ കാണാം. ഇവിടെ മുതൽ കൊട്ടാരക്കര നഗരസഭ തുടങ്ങുകയാണ്. കൊട്ടാരക്കര നഗരസഭയിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞുള്ള ബോർഡൊക്കെ കണ്ടായിരുന്നു. അവിടെ ഉണ്ട് ഒരു സെറ്റ് പള്ളിയൊക്കെ കാണാം. കിഴക്കേത്തെരുവും കഴിഞ്ഞ് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ കാണാം. അതുകൊണ്ട് പള്ളി നല്ലൊരു കുരിശടിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊട്ടാരക്കര ടൗണിലോട്ട് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഹോസ്പിറ്റൽ. ഒരു വിജയാസ് ഹോസ്പിറ്റൽ. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി കൊട്ടാരക്കര ടൗണിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ സിഗ്നലൊക്കെ കാണാം. ഇവിടുന്നൊരു വഴി അങ്ങോട്ട് റൈറ്റിലേക്ക് കാണുന്നുണ്ട്. കൊട്ടാരക്കര സിഗ്നലാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരുവനന്തപുരം പോകുന്ന റൂട്ട്, റൈറ്റിലോട്ട് അടൂർ കോട്ടയം, നേരെ കൊല്ലം പോകുന്ന റൂട്ട്. അപ്പോൾ നേരെയാണ് നമ്മൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഏതാണ്ട് ആ കാണുന്ന ബിൽഡിങ്, ആ മഞ്ഞ ബിൽഡിങ് KSRTC സ്റ്റാൻഡാണ്. അതിൻ്റെ ബിൽഡിങ്ങാണ്. അതുകൊണ്ട് ഇവിടുന്ന് KSRTC ബസ്സുകളൊക്കെ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതാണ് KSRTC സ്റ്റാൻഡ്. കൊട്ടാരക്കര KSRTC സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കൊട്ടാരക്കര റൂട്ടിലോട്ട് അല്ലല്ലോ, കൊല്ലം റൂട്ടിലേക്ക് നമുക്ക് പോകാം.
കൊട്ടാരക്കരയിലേക്ക് ഹൃദയഭാഗത്ത് കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരാലൊക്കെയുണ്ട്. വലിയൊരു കുളമാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല വലിയൊരു ചിറ. ഇതുകൊണ്ട് അങ്ങ് അക്കര, ചിറയുടെ അക്കര കരയിലാണ് അമ്പലം കാണുന്നത്. ക്ഷേത്രം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അങ്ങോട്ട് പോകുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഇവിടെ ആണ്ട് പൂക്കടകളും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാ സാധനങ്ങളും വിൽക്കുന്ന മയിൽപ്പീലി, തേങ്ങ ഒക്കെ വിൽക്കുന്ന കടകളും ഒക്കെയാണ്. നല്ല മൊത്തം മാലകളും കൈ ചെയിനുകളും ഒക്കെ ആയിട്ട് ഫോട്ടോകളും വിഗ്രഹങ്ങളും ഒക്കെ ആവശ്യത്തിനുണ്ട്. ഇത് അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെയാണല്ലോ. നല്ല കടകളൊക്കെ ആവശ്യത്തിനുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാമോ? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നെറ്റിപ്പട്ടങ്ങൾ എല്ലാം ഉണ്ട്. ഇതാണ് ഗണപതി ക്ഷേത്രത്തിന് മുൻഭാഗം. ഈ ചിറ ഭയങ്കര സെറ്റായിട്ടുണ്ട്. നല്ല വലിപ്പത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ. കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്രയോ 2-3 മൂന്നാമത്തെ ദിവസം വേണ്ട. നല്ല വലിയ ഉത്സവമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു തിരുത്തുണ്ട്. അതായത് ഇപ്പം ഞാനിവിടെ ഉത്സവം തുടങ്ങിയിട്ട് 2-3 ദിവസം ആയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഉത്സവം തുടങ്ങുന്നതേ ഉള്ളൂ. നാളെയാണ്, അതായത് ഏപ്രിൽ 12-ാം തീയതിയാണ് ഇവിടെ കൊടിയേറുന്നത്. അപ്പം നാളെ തൊട്ടാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ, അതാണ് ഞാൻ അച്ചിറക്കി ചുറ്റും കറങ്ങാം. അതുകൊണ്ട് ഇവിടെ കടകളിലൊക്കെ ഉത്സവത്തിനായിട്ടുള്ള കടകളൊക്കെ ഒരുക്കിയിട്ടേക്കുന്നു. കളിപ്പാട്ടക്കടകൾ. അതുകൊണ്ട് ഇവിടെ ലൈറ്റിംഗ് സെറ്റൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അമ്പലത്തിൻ്റെ ഭാഗം. ഒരു കുഞ്ഞു ഗോപുരം, ഒരു കവാടമൊക്കെ കാണുന്നുണ്ട്. എന്താണ്, അമ്പലത്തിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? ഓക്കെ, നോക്കാം. ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇതാണ് ക്ഷേത്രം. ഇതിപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ സമയം ഒരു 2:30 സമയമാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ. വേണ്ടേ, തകൃതിയായിട്ട് മൈക്ക് സെറ്റുകാരൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ലൈറ്റിങ് വർക്കുകളൊക്കെ. അപ്പോൾ ഇവിടെ ആയിരിക്കും സ്റ്റേജും കാര്യങ്ങളൊക്കെ അല്ലേ? അതാണ്ട് ഇവിടെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ. സ്റ്റേജൊക്കെ കൊണ്ടുവരിക്കുന്നത്. ഇതാണ് സംഭവം. സ്റ്റേജ് വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ വന്നു. ക്ഷേത്രത്തിന് പരിസരത്ത് വന്നു. ഇനിയിപ്പം തിരിച്ചു പോവാം. ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ വന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമൊക്കെ കണ്ടു. ഇവിടേക്ക് ഒന്ന് കറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോളോ ചെയ്യണം. എല്ലാ വീഡിയോയ്ക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തണം. എല്ലാ വീഡിയോകളും ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരെയും നല്ല സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.